ശ്രീമദ് ദേവി ഭാഗവതം 10-ാം അധ്യായം. ഋഷികൾ. സകല പുരാണവും തീർത്തു വ്യാസൻ ശുഗനെ പഠിപ്പിച്ചുവെന്നു മുൻപേ അരുൾ ചെയ്തുവല്ലോ ഭവാൻ. തപസിൽ മരുവിയ വ്യാസമഹാമുനിക്കു മകനായിട്ടേതൊരു മട്ടിലാണു ശുഗനുണ്ടായി വന്നതു ചൊൽക സൂതാ. സൂതൻ. മുനിലോകമുഖ്യനാം ശ്രീശുഗന്റെ ജനന ചരിത്രം കഥിച്ചിടാം ഞാൻ. മറകൾ പകുത്ത മഹർഷിവര്യൻ മുറ പോലെ നാരദൻ ചൊന്നവണ്ണം പെരിതായ മേരുവിൻ ശൃംഗമേറിയൊരു സുതനുണ്ടായി വരുന്നതിനായി വരമാം വാഗ്ബീജമന്ത്രം ജപിച്ചും പരയായ ദേവിയെ താൻ ഭജിച്ചും ഒരു വക ഭക്ഷണം പോലുമെന്നീ 100 കൊല്ലം തപം ചരിച്ചാൻ. അതിതീവ്രമായി തപസ്സു വ്യാസയതി തൻ തേജസ്സു ജഗത്തിലെങ്ങും ഇടമറ്റു തിങ്ങിയമ്മാമുനിതൻ ജഡമുറ്റും തീ പോൽ ജ്വലിച്ചു കാണായി. അനിവാര്യ ദീപ്തിമാനായി നിൽക്കും മുനിരാജനെ കണ്ടു ഭീതി മൂലം പരമുഴന്നീടിനാൻ പാകമാതി ഹരനതു കണ്ടിട്ടു ചോദ്യമായി. രുദ്രൻ. ഭയമെന്തു ചൊല്ലുക വേഗമിന്ദ്ര, സ്വയം ആധികൊള്ളുവതുമെന്തിനോ നീ. മുനിവു കൈക്കൊള്ളേണ്ടതെല്ലുമേ ഈ മുനിമാരോടന്യഥാശങ്കമൂലം. ഇവർ ശക്തിയുക്തനാമെന്നെയുന്നി ധ്രുവമതിതീവ്രം തപം ചരിപ്പൂ. അതു കേട്ടു ചോദിച്ചു ദേവനാഥൻ, വ്രതമെന്തിനാചരിക്കുന്നു വ്യാസൻ. മറുപടി ചൊല്ലി മഹേശ്വരൻ, നല്ലൊരു പുത്രലബ്ധി കൊതിച്ചു തന്നെ. സുരനാഥനോടിതു ചൊന്ന ശേഷം പരമുൾപ്രസന്നനായി പാർവതീശൻ തപമാചരിക്കും ദ്വൈവായനന്റെ ഉപകണ്ഠമെത്തി മൊഴിഞ്ഞിവണ്ണം. ഐ വത്സ, വേഗം നിനക്കു വിശ്വപ്രിയനൊരു പുത്രൻ സമുദ്ഭവിക്കും. അറിവും തേജസ്സും യശസ്സുമേറ്റം നിറയുമവന്നു സത്വഗുണവും. മൊഴിയതു കേട്ടു മുക്കണ്ണനെ കൈതൊഴുതു നടന്നാൻ മഹർഷി മുഖ്യൻ. അനവധി നാളത്തെ ക്ഷീണം മൂലം തനതാശ്രമത്തിനു തന്നെ പോയാൻ. ഉടജത്തിലെത്തി അഗ്നിയെടുപ്പാൻ കടകോൽകൾ കൊണ്ടു കടയും നേരം നിനവുണ്ടായി മാമുനിക്ക് വിധത്തിൽ. കനലുണ്ടാം കോലാൽ കടഞ്ഞിടുമ്പോൾ അതുപോലൊരോമനപ്പെൺമണിയാൾ വധുവായെനിക്കു വരാതിരുന്നാൽ നിരൂപിക്കുമ്പോലൊരു പുത്രനുണ്ടായി വരുമെന്നതെങ്ങനെയാകുമാവോ. കരുതികൾ കാലിന്നു ചങ്ങലയാം തരുണിയെ എങ്ങനെ ഞാൻ വരിക്കും. പതിഭക്തിമാരലീലാപടുത്വം രതിയൊത്ത മെയ്യഴകെന്നിതെല്ലാം തികവായിരിക്കിലും തീർച്ചയായും പികവാണി ബന്ധസ്വരൂപിണിതാൻ. വലയുന്നു നാരിയാൽ ബദ്ധനായി മല തന്നിലിന്നു മഹേശൻ പോലും. അതിദുർഘടം ഗൃഹസ്ഥാശ്രമം ഞാനേതു മട്ടിലംഗീകരിച്ചിടേണ്ടു. ഉടനെ കൃതാജിയാം അപ്സര സ്ത്രീ വടിവിൽ വിൺമാർഗമിറങ്ങി വന്നു. ചിരിയിട്ടു കൺകോണൊഴിഞ്ഞു
വ്യാസന്നരികത്തണഞ്ഞങ്ങു നിൽക്കയായി. അവളയമ്മാറു കണ്ടങ്കജാതി വിവശനായി മാമുനി താൻ നിനച്ചാൻ. ഒരു മട്ടും ധർമ്മത്തിൻ മുന്നിലെത്താൻ അരുതാത്ത കാമമിങ്ങെത്തിയെന്നെ കനിവെന്നി കഷ്ടം വിധേയനാക്കാൻ തുനിയുന്നു ഞാനിവിടെന്തു ചെയ്യും. ചതിയിൽപ്പെടുത്തുവാൻ വന്നതാമീ മതിമുഖിയാളെ ഞാൻ കൈവരിക്കിൽ. അതിചപലേന്ദ്രിയ വൃത്തിയെന്നായി എതിലോകമെന്നെ പഴി പറയും. ഒരു വേള സൗഖ്യമുണ്ടെന്നു വന്നാൽ പരർ നിന്ദ ചെയ്കിലും സാരമില്ല. സുതനും സുഹൃതവും സ്വർഗവും സദ്ഗതിയുമുണ്ടാം ഗാർഹസ്ഥ്യത്തിലെന്നായി. ഉര ചെയ്വു സജ്ജനമാക ആവകയേ സുരകന്യകയിന്നു ലഭിക്കയില്ല. നരനാഥനാകും പുരൂരവസ്യേ ഒരു ദേവനാരിയാമുർവശിയാൾ ചതി ചെയ്തതായ ചരിത്രഭാഗം യതിവര്യൻ നാരദൻ ചൊല്ലി മുന്നം. ശിവവരദാനം 10-ാം അധ്യായം കഴിഞ്ഞു.